അള്ളാഹുവിൻ്റെ മനോഹരമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അലീം എന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അലീം എന്ന ഇസ്മ് 152 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അബ്ജദിയത്ത് 150 എല്ലാം അറിയുന്നവൻ എന്ന് നമുക്ക് ഈ പദത്തിന് അർത്ഥം പറയാം. ഇൽമ് എന്നതിൽ നിന്നാണ് അലീം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്തതും അതുപോലെ ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടാകാത്തതും ഉണ്ടാകൽ അനുവദനീയമായ കാര്യങ്ങളും അത് ഉണ്ടായാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന വിഷയവും എല്ലാം അറിയുന്നവൻ. ഈ പറയപ്പെട്ട ഒരു കാര്യവും അള്ളാഹുവിൻ്റെ മേലിൽ മറഞ്ഞതല്ല. എല്ലാത്തിനെയും അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ അറിവ് പ്രത്യക്ഷമായ കാര്യങ്ങളെയും ആന്തരികമായ കാര്യങ്ങളെയും രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും നിർബന്ധമായ വിഷയങ്ങളെയും ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയങ്ങളെയും ഉണ്ടാകാവുന്ന വിഷയങ്ങളെയും മേലെയായ പ്രപഞ്ചങ്ങൾ താഴെയായ പ്രപഞ്ചങ്ങൾ കഴിഞ്ഞുപോയ കാലത്ത് ഉണ്ടായത് വർത്തമാനകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വരും കാലത്ത് ഉണ്ടാകാൻ പോകുന്നത് എല്ലാത്തിനെയും പരിപൂർണമായ നിലക്ക് അറിയുന്നവൻ എന്നാണ് അലീം എന്നതിൻ്റെ താല്പര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ മേലിൽ ഒരു കാര്യവും അവ്യക്തമാവുകയില്ല. അള്ളാഹുവിൻ്റെ അറിവിൽ പെടാത്ത ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടെ മാത്രമേ സംഭവിക്കൂ. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടം, കൽബുകൾ മറച്ചു വെച്ച കാര്യങ്ങൾ എല്ലാത്തിനെയും അറിയുന്നവനാണ് അലീമായ അള്ളാഹു. ആലിം എന്നതിനും അലീം എന്നതിനും ചില പണ്ഡിതന്മാർ വ്യത്യാസം പറഞ്ഞത് കാണാം. അലീം എന്ന് പറഞ്ഞാൽ അത് വിശേഷണത്തിൻ്റെ മേലിൽ ഉള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദാത്തിൽ നിലകൊള്ളുന്ന അറിവ് എന്ന ആ ഒരു വിശേഷണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ടുള്ള അറിവ് അള്ളാഹുവിലുണ്ട് എന്നാണ്. ഇങ്ങനൊരു വ്യത്യാസം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു സർവ കാര്യങ്ങളെയും അറിയുന്നവനാണ് എന്ന വിശ്വാസത്തിലേക്ക്, ആ ഒരു ബോധത്തിലേക്ക് എത്തിയാൽ തീർച്ചയായും ഏതൊരു കാര്യത്തിലും അവൻ അള്ളാഹുവിനെ നോട്ടം ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു കാര്യത്തിലും എൻ്റെ റബ്ബ് അറിയുന്നവനാണല്ലോ എന്ന ആ ഒരു റബ്ബിൻ്റെ അറിവ് കൊണ്ട് അവൻ സമാധാനിക്കുകയും ചെയ്യും.
അള്ളാഹുവിൻ്റെ മഹത്തുക്കളിൽപ്പെട്ട പ്രമുഖരായ ഇബ്നു അത്താഇല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചുകൊണ്ട് നിന്നിലേക്ക് വരുന്നില്ല എന്ന കാര്യവും, അതല്ലെങ്കിൽ ജനങ്ങൾ നിന്നെ ആക്ഷേപിച്ചുകൊണ്ട് നിന്നോട് നേരിടുന്നു എന്ന വിഷയവും നിനക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിന്നെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് നീ മടങ്ങണം. പൊതുവെ സാധാരണക്കാരായ അറിവ് കുറഞ്ഞവരായ നമ്മെപ്പോലുള്ള ആളുകളുടെ ഒരു സ്വഭാവമാണ് ജനങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. ജനങ്ങൾ നമ്മെ ആക്ഷേപിക്കുമ്പോഴും നമുക്ക് വിഷമമാണ്. എന്നാൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുക്കുകയും അള്ളാഹുവിൻ്റെ ആ ഒരു മഹബത്ത് നേടിയെടുക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്ക് ജനങ്ങൾ അവരിലേക്ക് ചെല്ലുന്നതായിരിക്കും പ്രയാസമുണ്ടാകുക. അവരെക്കുറിച്ച് ജനങ്ങൾ ആക്ഷേപിക്കുന്നതിലായിരിക്കും അവർ ആനന്ദം കണ്ടെത്തുക. ഏതായാലും ഇബ്നു അത്താഇല്ലാഹിൽ ഇസ്കന്ദരി തങ്ങൾ പറയാണ്, ജനങ്ങളിൽ നിന്നുള്ള നിന്നോടുള്ള സമീപനം അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിന്നെക്കുറിച്ച് അള്ളാഹു അറിയുന്ന ആ ഒരു അറിവിലേക്ക് നീ മടങ്ങിക്കോ. അള്ളാഹുവിൻ്റെ അറിവ് അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുക എന്നൊരു ബോധത്തിലേക്ക് നീ എത്തണം എന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. ഈ മഹത്തായ ഇസ്മുമായി തഅല്ലുഖ് ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളുടെ മേലിൽ ക്ഷമ, അള്ളാഹു നിനക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിൽ നന്ദി ചെയ്യുക, അള്ളാഹുവിനെ സ്തുതിക്കുക, നിന്നിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക, അതേപോലെ തന്നെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ ശരീരം നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ നിനക്ക് ലജ്ജ ഉണ്ടാവുക, നീ മറ്റുള്ളവരുടെ ദൃഷ്ടികളിൽ നിന്നൊക്കെ മറഞ്ഞു നിൽക്കുമ്പോൾ വഞ്ചിതനാകാതിരിക്കുക, ഇത്യാദി കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകലാണ് ഈ ഇസ്മുമായി അവന് ബന്ധം ഉണ്ട് എന്നതിൻ്റെ അടയാളം. ഈ ഇസ്മുമായി ഒരാൾ കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ അവനിൽ പ്രകടമാകുന്ന ചില കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതർ പഠിപ്പിക്കുന്നു. അള്ളാഹുവിലുള്ള ഭയം അവനിൽ ഉണ്ടാകും. എൻ്റെ യജമാനനായ റബ്ബ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, എന്നെ നോക്കിക്കാണുന്നുണ്ട് എന്ന നിലക്ക് ചിന്തിക്കുകയും ഇഹ്സാനിൻ്റെ ഒരു മർത്തബയിലേക്ക് അവന് എത്താൻ സാധിക്കുകയും ചെയ്യും. ഇഹ്സാൻ എന്നത് വലിയ മഹത്വമുള്ളൊരു മർത്തബയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മർത്തബയെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിന്റെ റബ്ബ് നിന്നെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യുക എന്നാണ്. ഫഅ്ബുദ് റബ്ബക കഅന്നക തറാഹു, നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുക. ഇനി അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ റബ്ബ് നിന്നെ കാണുന്നു എന്ന ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യുക. അതാണ് ഇഹ്സാനിൻ്റെ മർത്തബ എന്ന് പറഞ്ഞാൽ.
ആ ഒരു മർത്തബയിലേക്ക് അവന് എത്താൻ കഴിയും അലീം എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തിയാൽ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ എല്ലാ ശർഈയായ ദീനിയായ വിധികളെയും അനുസരിക്കാനും അതിൽ തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവന് കഴിയും. കാരണം അല്ലാഹു തആല പരിശുദ്ധമായ ദീനിലൂടെ നിർബന്ധമാക്കിയ ഓരോ കാര്യങ്ങളിലും നന്മകൾ ഉണ്ട് എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടല്ലേ അത് നിർബന്ധമാക്കിയത്. അള്ളാഹു നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ തീർച്ചയായും എനിക്ക് നാശമുണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അതെനിക്ക് നിഷിദ്ധമാക്കിയത്. ഈ ഒരു ചിന്താഗതിയിലേക്ക് അവന് എത്താൻ കഴിയും. അപ്പോൾ അവന് ദീനിയായ നിയമങ്ങളെക്കൊണ്ടും വിധികളെക്കൊണ്ടും സന്തോഷിക്കാനും തൃപ്തിപ്പെടാനും കഴിയും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ നമ്മെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപത്തിൽ വിഷമം വരാത്ത, ദുഃഖം വരാത്ത ഒരവസ്ഥ നമ്മളിലുണ്ടാകും. പരിശുദ്ധ യാസീൻ സൂറത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഫലാ യഹ്സുൻക ഖൗലുഹും, അവർ പറയുന്നത് നബിയെ നിങ്ങളെ വിഷമിപ്പിക്കണ്ട. അവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, അവർ പറയുന്നതൊന്നും നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കേണ്ടതില്ല. കാരണം നാം ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമായി ചെയ്യുന്നതും പറയുന്നതും പരസ്യമായി ചെയ്യുന്നതും പറയുന്നതുമൊക്കെ അല്ലാഹു ആകുന്ന നാം അറിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു അറിവാണ് അവിടെ തെളിവാക്കിയിട്ടാണ് നബി തങ്ങളോട് ഫലാ യഹ്സുൻക ഖൗലുഹും, അവരുടെ വർത്തമാനങ്ങൾ നിങ്ങളെ വിഷമത്തിലാക്കണ്ട എന്ന് അള്ളാഹു പറഞ്ഞത്. സാന്ദർഭികമായി ഈ ആയത്ത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. യാസീനിൽ പല ആളുകൾക്കും ഉണ്ടാകാറുള്ള ഒരു അബദ്ധമാണ് ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു എന്ന് ഖൗലുഹും എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ ഇന്നാ നഅലമു മാ യുസിറൂന എന്ന ആ വാക്കിനെ ഖൗലുഹും എന്നതിലേക്ക് ചേർത്തി ഓതാറുണ്ട്. അത് ശുദ്ധമായൊരു അബദ്ധമാണ്. കാരണം അർത്ഥം വ്യത്യാസപ്പെട്ടുകൊള്ളും ആ രൂപത്തിൽ ഓതിയാൽ. കാരണം നാം അത് കൂട്ടി ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമൊക്കെ നാം അറിയുന്നു എന്ന് അവർ പറയൽ, നബിയെ നിങ്ങളെ വിഷമിപ്പിക്കണ്ട എന്നായി മാറും അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അവർ പറയുന്ന വർത്തമാനങ്ങൾ നബിയെ നിങ്ങളെ വിഷമത്തിലാക്കണ്ട. കാരണം അവർ രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതുമൊക്കെ നാം അറിയും എന്നാണ് അവിടെ അതിൻ്റെ അർത്ഥം. നമ്മളത് കൂട്ടി ഓതുന്ന സമയത്ത് അവർ പറയുന്ന വാക്ക് അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമൊക്കെ അള്ളാഹുവായ ഞാൻ അറിയും എന്നാണ് ഓല് പറയുന്നത്. ആ പറച്ചിൽ നിങ്ങളെ വിഷമത്തിലാക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നിപ്പോകും നമ്മളവിടെ ഖൗലുഹും എന്ന സ്ഥലത്ത് നിർത്താതെ ഓതിയാൽ. ഒരു കൊട്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് തേങ്ങ എന്ന് പറയലും ഒരു കൊട്ട തേങ്ങ എന്ന് പറയലും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ അലീം എന്ന ഇസ്മുമായി കൂടുതൽ ബന്ധം പുലർത്തുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് അവന് വലിയ സമാധാനവും ശാന്തിയും ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യത്തിൽ അവന് വലിയ പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു നിശ്ചയിച്ച ഏതൊരു കാര്യങ്ങളിലും തൃപ്തിയും സന്തോഷവും സമാധാനവും അവന് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവുകൾ സമ്പാദിക്കാനുള്ള ആഗ്രഹം, അള്ളാഹുവിന് താഴ്മ ചെയ്യാനുള്ള മനസ്സ്,
സൃഷ്ടികൾക്ക് താഴ്മ ചെയ്യാനുള്ള മനസ്സ്, ഇതൊക്കെ അലീമായ അള്ളാഹു എന്ന ആ മഹത്തായ നാമവുമായിട്ട് കൂടുതൽ ബന്ധം പുലർത്തുന്ന സമയത്ത് അവനിൽ പ്രകടമാകുന്ന കാര്യങ്ങളാണ്.